നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. ധാരാളം കേട്ട് പഴകിയ ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഏകീകൃത സിവിൽ നിയമം. ഒരുപാട് പേർക്ക് എന്തൊക്കെയോ മനസ്സിലായി, എന്തോ വലിയ ഭീകരതയാണെന്ന് തോന്നി, പല രീതിയിൽ പറയുന്നു. എന്നാൽ എന്താണ് ഈ ഏകീകൃത സിവിൽ നിയമം? വളരെ നിസ്സാരമായൊരു മാറ്റമാണ്. നമുക്ക് തോന്നും ഏകീകൃത സിവിൽ നിയമം ഒരു മതത്തിൻ്റെ നിയമത്തെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള എന്തോ ഒന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഭരണഘടനയുടെ നിർമ്മാതാക്കൾ 44-ാമത്തെ ആർട്ടിക്കിളിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ട് പോയ ഒന്നാണ് ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കണം എന്നുള്ളത്. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ, അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഏകീകൃത സിവിൽ നിയമം എന്താണ്? സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു സമരമാർഗമായി ചിലരിതിനെ ഉപയോഗിക്കുന്നു. മതനിയമങ്ങൾ അഥവാ പേഴ്സണൽ ലോസ് എന്നാണ് അവയെ ഇംഗ്ലീഷിൽ പറയുന്നത്. ക്രിസ്ത്യൻ മതവിഭാഗത്തിനൊരു നിയമമുണ്ട്, ഹിന്ദു മതവിഭാഗത്തിനൊരു നിയമമുണ്ട്, ഇസ്ലാമിക മതവിഭാഗത്തിന് ഒരു നിയമമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ കാലത്ത് നമ്മുടെ ആചാര്യന്മാർ, ഭരണഘടനാ നിർമ്മാതാക്കൾ നിയമങ്ങളുടെ രൂപീകരണമുണ്ടാക്കിയത്. അന്ന് ഹിന്ദുവിൻ്റെ പിന്തുടർച്ചാവകാശം, ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശം, ഇസ്ലാമിക പിന്തുടർച്ചാവകാശം, വിവാഹ നിയമങ്ങൾ ഇവയൊക്കെ പ്രത്യേകം ഉണ്ടായിരുന്നു. പല രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, മരുമക്കത്തായം എന്നൊക്കെ പറയുന്നതും ഇസ്ലാമിക നിയമത്തിലെ മുത്തലാഖ് എന്നൊക്കെ പറയുന്നതും ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശത്തിലെ മേരി റോയി വിധിക്ക് ശേഷം തുല്യ അവകാശം സ്ത്രീകൾക്കുണ്ടായതുമൊക്കെ നമുക്കറിയാം. അത്തരം മാറ്റങ്ങൾ നമ്മൾ കാലാനുസൃതമായി എല്ലാ മതവിഭാഗങ്ങളിലും വരാറുള്ളതാണ്. ഏകീകൃത സിവിൽ നിയമം വരുമ്പോൾ ഈ വ്യക്തി നിയമങ്ങൾ ഏകീകരിക്കപ്പെടും എന്നുള്ളതാണ്. ഏകീകരിക്കുമ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം പിന്തുടർച്ചാവകാശികൾക്ക് ഒരേ നിയമമായിരിക്കും. ഒരേപോലെയുള്ള പിന്തുടർച്ചാവകാശം അവർക്ക് ലഭിക്കും. ഈക്വൽ ഷെയർ ലഭിക്കും. ഇന്ന് ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീകൾക്ക് 1/6 ഭാഗം ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് അത് 2 ഭാഗമാണെന്നാണ്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ആണുങ്ങളും സ്ത്രീകളുമായിട്ട് ആ നിയമത്തിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ വിവാഹം സംബന്ധിച്ചും ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിക നിയമത്തിലുണ്ട്. അങ്ങനെ ഇസ്ലാമിക നിയമത്തിലെ കുറച്ചേറെ ഭാഗങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ നിയമത്തിന് നിലവിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായി വരുന്നത് കൊണ്ടാണ് ചില ആളുകൾ അതിനെ എതിർക്കുന്നത്. എന്നാൽ വലിയ കാതലായ മാറ്റമൊന്നും വരുന്നുമില്ല. അവകാശ സംബന്ധമായി സ്ത്രീയെ പുരുഷന് തുല്യമായി കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ്. അതൊരു വലിയ ദോഷമൊന്നുമല്ലല്ലോ. കാരണം എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കാലഘട്ടമാണ്. വളരെ വലിയ വിപ്ലവകരമായ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ ഉദാഹരണം നമുക്ക് പറയാം. ഗോവ എന്നുള്ള സ്ഥലത്ത് വളരെ കാലങ്ങളായി ഏകീകൃത സിവിൽ നിയമമാണുള്ളത്. അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേപോലെയാണ് നിയമം. വിവാഹത്തിനും പിന്തുടർച്ചാവകാശത്തിനും മറ്റു കാര്യങ്ങൾക്കും ദത്തെടുക്കലിനും ഒക്കെ അവിടെ നിയമമുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുപോലെ എല്ലാ സ്ഥലത്തും ആക്കുന്നതിൽ എന്താണ് ഇത്ര പ്രയാസം? ആർക്കാണ് പ്രയാസം വരേണ്ടത്? അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുണ്ട്. ആരും അറിയാതെ വിവാഹ സംബന്ധമായ നിയമം ഏകീകരിക്കപ്പെട്ടതാണ്. അത് ഇസ്ലാമിക വിവാഹമായിക്കോട്ടെ, ക്രിസ്ത്യൻ വിവാഹമായിക്കോട്ടെ, ഹിന്ദു വിവാഹമായിക്കോട്ടെ, രജിസ്റ്റർ ചെയ്തേ തീരൂ. അപ്പോൾ ബഹുഭൂരിപക്ഷം പേർക്കും വിവാഹത്തെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്യേണ്ടി വരുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് ഒരു കോമൺ സിവിൽ കോഡിൻ്റെ പാർട്ടാണ്, ഏകീകൃത സിവിൽ നിയമത്തിൻ്റെ ഭാഗമാണ്. നമ്മളറിയാതെ നമ്മൾ ചില കാര്യങ്ങളിൽ ഏകീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനിയും തുടരും. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഏകീകൃത സിവിൽ നിയമം. അല്ലാതെ ഒരു മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കലല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കാതെ അതിനെപ്പറ്റി സമഗ്രമായി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇത് വളരെ ലളിതമായ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാകും. കൂടുതലായി ആവശ്യമുണ്ടെങ്കിൽ സംശയങ്ങളായി ചോദിച്ചാൽ പറഞ്ഞു നൽകാനും സാധിക്കും. നന്ദി, നമസ്കാരം.